ഹായ്, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ യാത്ര നെല്ലിയാമ്പതിയിലേക്കാണ്. ഒരുപാട് തവണ പോയിട്ടുള്ളതാണ്. ഒരുപാട് കാഴ്ചകൾ, എന്താ പറയുക, മനോഹാരിത എല്ലാം നിറഞ്ഞ ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി. പക്ഷേ ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം കൂടി ഞങ്ങളെ ടണ്ണി ബാച്ചിൻ്റെ ഒരു സൗഹൃദ യാത്രയാണ് നെല്ലിയാമ്പതിയിലേക്ക്. ഞങ്ങൾ 10ഓളം പേരുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ നെല്ലിയാമ്പതി മല കയറി ഓരോ വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ, വ്യൂ പോയിൻ്റ് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ പോകുമ്പോൾ കേശവമ്പാറ, സീതാർകുണ്ട് തുടങ്ങിയ സ്ഥലങ്ങളുണ്ട്. അല്ല, അത് വ്യത്യസ്തമായ പല പല ഏരിയ സ്ഥലങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമാണ് കേശവമ്പാറ, സീതാർകുണ്ടൊക്കെ. അപ്പോൾ എല്ലാ യാത്രകളും സീതാർകുണ്ടിലും കേശവമ്പാറയിലാണ് അല്ലെ സാധാരണ ചെന്ന് അവസാനിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളിന്നൊരു പുലയമ്പാറയിലൊരു ഫാം ഹൗസ്, അവിടെ ഓറഞ്ച് ഫാം ഹൗസ്, അവിടെ കയറി അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമാണ്, സൂപ്പർ. അതിന് നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. വ്യത്യസ്തമായ പൂക്കൾ, പൂന്തോട്ടങ്ങൾ, എന്താ പറയുക, ഓറഞ്ച് തോട്ടങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ നല്ല ചൂടാട്ടോ, തണുപ്പ് കുറവായിരുന്നു ഈ പ്രാവശ്യം. ആ ചൂടൊക്കെ കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ ഈ പൂക്കളും മനോഹാരിത കണ്ടപ്പോൾ കുറച്ച് ഒരു മനസ്സൊരു കുളിർമ കിട്ടി. എന്തായാലും കുറച്ചാൾ മുന്നോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഒരു പന്തലുണ്ട്. ആ പന്തലിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അവിടെ ഉണ്ടോ, നല്ലൊരു രസകരമായൊരു അന്തരീക്ഷമാണ്. നല്ല കൂളിങ്ങും ഉണ്ട്. ആ കൂളിങ്ങിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മളിങ്ങനെ ഇരുന്ന് പോകും. അതാണ് വിഷയം. കാരണം നല്ല ചൂടാണല്ലോ. ഈ ചൂടിനെ തണുപ്പിക്കാനായിട്ട് ചെറിയൊരു തണുത്ത കാറ്റും ഉണ്ട്, ചെറിയൊരു കൂളിങ്ങും ഉണ്ട് കേട്ടോ. പക്ഷേ മുമ്പത്തെ മാതിരിയുള്ള തണുപ്പില്ല നെല്ലിയാമ്പതിയിൽ. അതാണ് വിഷയം. പിന്നെ അവിടെ നിന്ന് കുറച്ച് നീങ്ങി കഴിഞ്ഞത് നടാ, ഇതിന് മുകളിൽ നല്ലൊരു ഹട്ടുണ്ട്, ഒരു കെട്ടില്ല ഹട്ടിൻ്റെ ഉണ്ടാ നല്ല ഭംഗി. അതിൻ്റെ മുകളിൽ നിന്നുള്ള നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ചിന്തിച്ചില്ല, നേരെ പൊത്തി പിടിച്ച് കയറി. കണ്ടോ, അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നതല്ല. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ്. ഈ നെല്ലിയാമ്പതി പോകുന്നവർ പലരും ചിലപ്പോൾ ഈ ഒരു ഓറഞ്ച് ഫാമിൽ, പുലയമ്പാറ ടൗണിലുള്ള ഓറഞ്ച് ഫാമിൽ കയറാൻ വഴി കുറവാണ്. കാരണം എല്ലാവരും പോകും. പക്ഷേ അവിടെ തന്നെ നമുക്ക് ക്യാരറ്റ്, അതുപോലെ കോളിഫ്ലവർ, അങ്ങനെയുള്ള കുറേ സംഭവമുണ്ടല്ലോ, ഓറഞ്ച്, അതെല്ലാം അവിടെ നിന്ന് കിട്ടും. വാങ്ങാനും കിട്ടും കേട്ടോ. നിശ്ചയ ടൈമിനുള്ളിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മീഡിയം വിലയ്ക്ക് വാങ്ങിക്കുക. നല്ലൊരു ഫ്രഷ് ഐറ്റംസ് വാങ്ങിച്ചു കിട്ടുമോ. ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. ആ ഒരു ഫാമിൻ്റെ മൊത്തം കാണാൻ പറ്റും. ഇതെന്നുണ്ടോ, ഇതൊരു വേറൊരു പന്തലാണ്. നമ്മൾ ഇതിൻ്റെ നല്ല തണലുള്ള ഒരു ഏരിയയാണ്. അതിലൂടെ ഞങ്ങൾ കുറച്ച് നടന്ന് അതിലൊരു സന്തോഷമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനത്തെ യാത്രകളാണല്ലോ. നമുക്ക് കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ യാത്രയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരുപാട്, എന്താ പറയുക, നല്ല നല്ല ഭംഗിയുള്ള ആ സൗഹൃദത്തിന് മൂല്യം കൂടുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഉണ്ട്. ഇത് അതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ്. അതിനുള്ളിൽ തന്നെ താമരപ്പാടം കണ്ട് അവിടെ നിന്ന് പതുക്കെ നടന്നു. കാഴ്ചകൾ കാണാൻ കുറേ ഉണ്ടെങ്കിലും നമുക്ക് നല്ല വെയിലായ സമയം കൊണ്ടേ കൂടുതലങ്ങോട്ട് നിൽക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന്, എന്നാലും ഒരുപാട് ടൈം നമ്മൾ ചിലവഴിക്കിട്ടോ. ഒരു രണ്ട് മണിക്കൂറോളം ആ ഒരു ഫാം ഹൗസിൽ കൂടി. ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. മറ്റേ ഗസ്റ്റ് ഹൗസുകളുണ്ടോ, അവിടെ താമസിക്കുകയും ചെയ്യാം. കണ്ടോ, ഇതിനുള്ളിൽ തന്നെ രണ്ടാമത്തെ ഒരു ഹട്ടാണത്. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വീണ്ടും നീങ്ങുന്നു. പോത്തുര ഡാം എത്തിയപ്പോൾ, പോത്തുര ഡാമൊക്കെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും അവിടെ കുതിരയെ കണ്ടപ്പോൾ ഒരു കുതിര സവാരി എടുത്ത് തോന്നി. അത് നേരെ ഞങ്ങളെല്ലാവരും കൂടി കുതിര സവാരിക്ക് കയറി അങ്ങനെ അടിച്ച് പൊളിച്ച് തകർത്ത് അവർ ഞായറാഴ്ച മനോഹരമാക്കിയിട്ട് പോകുന്നു. അങ്ങനെ നെല്ലിയാമ്പതി യാത്ര അങ്ങനെ ശുഭമാക്കി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അടുത്ത ഒരു യാത്രയുമായിട്ട് കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം. ഓക്കെ.
ബായ്.